നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം നടക്കുന്ന യുവേഫ യൂറോ കപ്പിനുള്ള കാത്തിരിപ്പ് ഇപ്പോൾ തന്നെ ഫുട്ബോൾ ആരാധകർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വരുന്ന ജൂൺ 14 ഈ ഒരു യൂറോ കപ്പിന് തുടക്കമാവുക. ഇതിന്റെ കലാശ പോരാട്ടം നടക്കുന്നത് ജൂലൈ 14 ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫുട്ബോൾ ഉത്സവം തന്നെയാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ഇത്തവണ ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് യുവേഫ യൂറോ കപ്പ് നടക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ ഇറ്റലി കൂടിയാണ്. ഏതായാലും ഇതിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു. ഗ്രൂപ്പ് ബി ആണ് പലരും മരണ ഗ്രൂപ്പ് ആയിക്കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്പെയിൻ, ക്രൊയേഷ്യ, ഇറ്റലി, അൽബേനിയ എന്നിവരാണ് ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഒരുപാട് മികച്ച മത്സരങ്ങൾ ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ സാധിക്കും. ആരായിരിക്കും ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പ് സ്വന്തമാക്കുക? ആരാധകർ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബെറ്റ് 365 തങ്ങളുടെ ഓഡ്സിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിന്റെ ഒരു വിജയ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രോബബിലിറ്റി അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യ 10 സ്ഥാനങ്ങളിൽ ഉള്ളവർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്തവണത്തെ യൂറോ കപ്പിന് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മറ്റാർക്കുമല്ല, അത് ഇംഗ്ലണ്ടിനാണ്. നമുക്കറിയാം, കരുത്തരുടെ ടീമാണ് ഇംഗ്ലണ്ട്. നിരവധി സൂപ്പർ താരങ്ങൾ അവർക്കുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കയോ സാക്ക, ഫിൽ ഫോഡൻ, അതുപോലെ തന്നെ പാൽമർ, ഹാരി കെയ്ൻ, ഇവരൊക്കെ മികച്ച പ്രകടനം നടത്തുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഇവർ കൽപ്പിക്കപ്പെടുന്നത്. രണ്ടാം സ്ഥാനത്ത് 20% സാധ്യതയാണ് ഇംഗ്ലണ്ടിനുള്ളത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഫ്രാൻസ് ആണ്. നിലവിലെ വേൾഡ് കപ്പിലെ റണ്ണേഴ്സ് അപ്പ് ആണ് ഫ്രാൻസ്. കിലിയൻ എംബപ്പയുടെ ടീമാണ്. അവർക്ക് 19% സാധ്യതകൾ ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും തന്നെയാണ് എന്ന് സാരം. ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്നത് ടോണി ക്രൂസ് തിരിച്ചു വന്ന ജർമ്മനിയാണ്. 11% പ്രോബബിലിറ്റിയാണ് അവർക്കുള്ളത്. ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ യൂറോ കപ്പ് നടക്കുന്നത്. നാലാം സ്ഥാനത്ത് സ്പെയിൻ വരുന്നു. 11% സാധ്യത അവർക്കുമുണ്ട്. അഞ്ചാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ വരുന്നത്. 10% കിരീട സാധ്യതയാണ് നിലവിൽ പോർച്ചുഗലിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. ആറാം സ്ഥാനത്ത് കെവിൻ ഡിബ്രൂയിനയുടെ ബെൽജിയം വരുന്നു. അവർക്ക് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്ന സാധ്യത 6%. 5% സാധ്യതയാണ് നെതർലൻഡ്സിന് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ 5% സാധ്യത നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇറ്റലിക്ക് സാധ്യത കുറവാണ്. നിലവിലെ ചാമ്പ്യന്മാരാണെങ്കിൽ കൂടിയും അവർക്കിപ്പോൾ സാധ്യത കുറവാണ് എന്ന് വേണം വിലയിരുത്താൻ. 3% സാധ്യത ഡെൻമാർക്കിന് കൽപ്പിക്കപ്പെടുമ്പോൾ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യക്ക് 2% സാധ്യതയാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. ഇതാണ് ആദ്യ 10 സ്ഥാനങ്ങളിൽ വരുന്നത്. ആരായിരിക്കും ഇത്തവണത്തെ യൂറോ കപ്പ് സ്വന്തമാക്കുവാൻ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.